നാദാപുരത്തെ പി വസന്തത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പോസ്റ്റർ എന്നുള്ളതാണ്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പതിഞ്ഞിട്ടുണ്ട്. ആകാശത്ത് നിന്നും നൂലിൽ കെട്ടിയിറക്കുന്ന വസന്തം ഞങ്ങൾക്ക് വേണ്ട, മണ്ണിനെ അറിയുന്ന മനുഷ്യൻ മതി എന്നാണ് ഈ പോസ്റ്ററിൽ. LDF വിജയം ഉറപ്പാക്കാൻ വസന്തത്തെ ഉപേക്ഷിക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. ബെൻസൺ, അപ്പൊ ഇതിന്റെയും കൂടെ ഒരു വിശദാംശങ്ങൾ പറയൂ ബെൻസൺ. അതേ സേതുലക്ഷ്മി, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ നാദാപുരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ വാക്കുകളാണ് അതിലുള്ളത്. ആകാശത്ത് നിന്നും നൂലിൽ കെട്ടിയിറക്കുന്ന വസന്തം ഞങ്ങൾക്ക് വേണ്ട, മണ്ണിനെ അറിയുന്ന മനുഷ്യൻ മതി എന്നുണ്ട് പോസ്റ്ററിൽ. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ ആത്മബന്ധുത്വമല്ല, നാദാപുരത്തിന്റെ ആത്മാവിനെ തൊട്ടറിയുന്നവരാണ് ആവശ്യം, LDFന്റെ വിജയം ഉറപ്പാക്കാൻ വസന്തത്തെ ഉപേക്ഷിക്കണമെന്നും ഇത്തരം കാര്യങ്ങളാണ് ഈ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ CPIയുടെ സീറ്റാണ് നാദാപുരം സീറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലാണ് നാദാപുരം സ്വദേശി കൂടിയായിട്ടുള്ള, അതോടൊപ്പം തന്നെ പി വസന്തത്തിന്റെ ആ പേരും അതിന്റെ ഒരു അവസാന പട്ടികയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിൽ പി വസന്തത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ആ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അതിൽ മറ്റ് പേരുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പേരോ വ്യക്തികളുടെ പേരോ ഒന്നും തന്നെ ആ പോസ്റ്ററുകളിൽ ഇല്ല. അപ്പോൾ അതാരാണ് ആ പോസ്റ്റർ തയ്യാറാക്കിയത് അല്ലെങ്കിൽ ആരുടെ പേരിലാണ് ഈ പോസ്റ്ററുകൾ എന്നതിനെ പറ്റി ഒരു വ്യക്തത ഇല്ല. പക്ഷേ അപ്പോഴും നാദാപുരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ രീതിയിലുള്ള അമർഷം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പി ഗവാസിന്റെ അടക്കമുള്ള, അതായത് ജില്ലാ സെക്രട്ടറി, CPI ജില്ലാ സെക്രട്ടറി പി ഗവാസിന്റെ അടക്കമുള്ള പേരുകൾ അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം EK വിജയനാണ് അവിടെ കഴിഞ്ഞ 3 ടേമുകളിലായി CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും MLA ആയി തുടരുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടേം വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ആ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് അവിടെ മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ തിരയുന്നതുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പി ഗവാസിന്റെ പേരും പിന്നീടാണ് ഇത്തരത്തിൽ ഇവരുടെ പേര് ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മഹിളാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് പി വസന്തം. അതോടൊപ്പം തന്നെ മുൻ MLA ആയിട്ടുള്ള സത്യൻ മൊകേരിയുടെ ജീവിത പങ്കാളി കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ മണ്ഡലത്തിൽ കൂടുതൽ ആളുകൾ അറിയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പോസ്റ്ററുകളിൽ ആരാണ് പോസ്റ്റർ എഴുതിയതെന്ന് ഏതെങ്കിലും സംഘടനയുടെ പേരോ ഒന്നും തന്നെ ആ പോസ്റ്ററുകളിൽ ഇല്ല. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള 2 വിഷയങ്ങളാണ് ആ പോസ്റ്ററിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ ബെൻസൺ, ശരി. ഇപ്പോൾ 2 വാർത്തകളെ